അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ പൊതുജനാരോഗ്യ സംവിധാനത്തിനെതിരെയുള്ള ആക്രമണത്തിനെതിരെയാണ് അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ട്. ഇന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കണ്ടില്ല. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നത് പൊതുജനാരോഗ്യ സംവിധാനത്തിനെതിരെയുള്ള ആക്രമണത്തിനെതിരെയാണ് അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നിപ്പ 33% അതിൻ്റെ മരണനിരക്ക് ലോകത്തൊരു ഭൂപ്രദേശത്തെ ഉണ്ടായിട്ടുള്ളൂ, അത്രയും കുറച്ചിട്ടുള്ളൂ. ആ ഭൂപ്രദേശത്തിൻ്റെ പേര് കേരളം എന്നാണ്, 2023. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നതും തീർച്ചയായിട്ടും ഈ ദിവസം രാവിലെയും വൈകിട്ടും എന്ന പോലെ നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നതും ആളുകളെ മരണത്തിന് വിട്ടുകൊടുക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടെ, രോഗവ്യാപനം ഉണ്ടാകരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതാണ് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ മികവ്. അത് തീർച്ചയായിട്ടും ആ നിലയിൽ മെച്ചപ്പെട്ടതാണ് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനം. അങ്ങനെ അദ്ദേഹം ഒരിക്കലും പറയില്ല, എനിക്ക് ഉറപ്പാണ് അദ്ദേഹം പറയില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം ഈ ദിവസങ്ങളിൽ പറയുന്നത് വലിയ കോർപ്പറേറ്റുകൾ, ഇപ്പോൾ നമ്മുടെ ഒരറ്റത്തുനിന്ന് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ നമ്മൾ നോക്കിയാൽ കാണാം, വലിയ കോർപ്പറേറ്റുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ വാങ്ങുകയാണ്, അല്ലേ? എത്രയോ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള, ഒരു കാലത്ത് കേട്ടിട്ടുള്ള കോർപ്പറേറ്റ്, വലിയ വായിക്കുകയൊക്കെ മാത്രം ചെയ്തിട്ടുള്ള കോർപ്പറേറ്റുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ വാങ്ങുക. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനേക്കാളും കൂടുതൽ രോഗികൾ സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നാം കാണണം. ബഹുമാന്യനായിട്ടുള്ള മിനിസ്റ്റർ അതിനെതിരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. ഞാനത് കണ്ടിട്ടില്ല. അദ്ദേഹം മിനിസ്റ്റർ വളരെ ശക്തമായ ഭാഷയിൽ ഇത്തരത്തിൽ സർക്കാർ ആശുപത്രികളിൽ ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ഹീനമായിട്ടുള്ള ശ്രമത്തിനെതിരെയാണ് ചെറിയ മിനിസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പറയുന്നതും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.